കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രിയ സഖാവിന് വ്യക്തിപൂജ അനുവദനീയമാണ് എന്ന് തന്നെ ബോധ്യപ്പെടണമെന്ന് ഡോക്ടർ ഭാർഗവറാം. പിണറായി തന്നെ അടുത്ത മുഖ്യമന്ത്രിയാണ് എന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിപ്രായത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഭാർഗവറാമിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നുണ്ട്. പിണറായി തന്നെ മതിയെന്ന് തന്നെയാണ് ആ സുചിന്തിതമായ അഭിപ്രായം. തിരിച്ചായിരുന്നു അഭിപ്രായമെങ്കിൽ, അഥവാ മറ്റാരുടെയെങ്കിലും പേരായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിനെ പുകില് എന്നും ഭാർഗവറാം അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ ചോദിക്കുകയാണ്. ഭാർഗവറാമിൻ്റെ കുറിപ്പ് ഞാനിവിടെ വായിക്കാം. 2025 ഏപ്രിൽ 21 വെച്ച സമകാലിക മലയാളത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നുണ്ട്. പിണറായി തന്നെ മതിയെന്ന് തന്നെയാണ് ആ സുചിന്തിതമായ അഭിപ്രായം. തിരിച്ചായിരുന്നു അഭിപ്രായമെങ്കിൽ, അഥവാ മറ്റാരുടെയെങ്കിലും പേരായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിനെ പുകില്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രിയ സഖാവിന് വ്യക്തിപൂജ അനുവദനീയമാണ് എന്ന് തന്നെയാണ് ബോധ്യപ്പെടേണ്ടത്. ശ്രീ ബ്രിട്ടാസിൻ്റെ ഉള്ളടക്കത്തിലെ ഓരോ വരിയും പൊളിച്ച് പൊള്ളത്തരം തുറന്നു കാട്ടേണ്ടതും അയജ്ഞസാധ്യവും തന്നെയാണ്. കുത്തിക്കുറിച്ച് തയ്യാറാക്കാനുള്ള സമയക്കുറവും മിനക്കേടും കൊണ്ട് ഇപ്പോൾ അതിന് തുനിയുന്നില്ല എന്ന് ഡോക്ടർ ഭാർഗവറാം. അതേസമയം AICC സംഘടിപ്പിക്കുന്ന 40 ദിവസം നീണ്ടു നിൽക്കുന്ന ജനകീയ പ്രക്ഷോഭ ക്യാമ്പയിൻ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭരണഘടന തീവ്രമായ ആക്രമണത്തിന് നിഴലിൽ നിൽക്കുകയാണെന്ന്, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP ദുർവിനിയോഗം ചെയ്ത് രാഷ്ട്രീയ വേട്ട നടത്തുന്നുവെന്നും EDയെ ഇന്ന് BJPയും മോദിയും പാർട്ടി ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. മോദിയും അമിത്ഷായും 2 ആഴ്ചയായി പാകിസ്ഥാനെ ഇന്നടിക്കും നാളെ അടിക്കുമെന്ന് പറഞ്ഞ് വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ പാഠം പഠിക്കുവാൻ രാജ്യത്തോടൊപ്പം ഉണ്ട് എന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രഖ്യാപിച്ചതാണ്. വാക്കുകൊണ്ടുള്ള വെല്ലുവിളിയല്ല, പ്രവൃത്തി കൊണ്ടുള്ള മറുപടിയാണ് മോദി നടത്തേണ്ടത്. ജാതി സെൻസസ് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും KC വേണുഗോപാൽ പറയുകയുണ്ടായി.